കെ മുരളീധരൻ ജയിക്കത്തില്ല. തിരുവനന്തപുരം ജില്ലയ്ക്ക് പ്രവേശിക്കുന്ന സമയത്ത് തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത് ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഭരണസിരാ കേന്ദ്രം ആയതുകൊണ്ട് മാത്രമല്ല, BJP കുറച്ചും കൂടി സ്വാധീനം ഉറപ്പിച്ച സ്ഥലങ്ങളാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കും എന്ന് BJP പറയുന്നുണ്ടെങ്കിൽ പോലും നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കാനുള്ള സാധ്യത വളരെ ശിവൻകുട്ടിയാണ് ജയിക്കാനായിട്ട് തന്നെയാണ് സാധ്യത. ശബരിനാഥിനെ അരുവിക്കരയിൽ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ ശബരിനാഥിനെ അവിടെ ജയിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് ജയിക്കാനായിട്ടുള്ളൊരു സാധ്യതയാണ്. തിരുവനന്തപുരം ജില്ലയ്ക്ക് പ്രവേശിക്കുന്ന സമയത്ത് തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത് ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഭരണസിരാ കേന്ദ്രം ആയതുകൊണ്ട് മാത്രമല്ല, BJP കുറച്ചും കൂടി സ്വാധീനം ഉറപ്പിച്ച സ്ഥലങ്ങളാണ്. ഇപ്പം വി മുരളീധരൻ മത്സരിക്കുന്നു, അതുപോലെ തന്നെ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നു, പിന്നെ നമ്മുടെ R ശ്രീലേഖ മത്സരിക്കുന്നു. അങ്ങനെ വളരെ ശ്രദ്ധേയമായ ചില മത്സരങ്ങൾ നഗരമധ്യത്തിൽ നടക്കുന്നുണ്ട്. കഴക്കൂട്ടത്ത് അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. നിലവിൽ നേരത്തെ മന്ത്രിയൊക്കെ ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ആണ് കഴക്കൂട്ടത്ത് CPM-ന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം 3ാം തവണയാണ് ഇത് മത്സരിക്കുന്നത്. ശരത്ചന്ദ്ര പ്രസാദാണ് അവിടെ എതിരാളിയായിട്ട് വരുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും വളരെ ശ്രദ്ധേയമായി. ശിവൻകുട്ടിയാണ് നേമത്ത് സ്ഥാനാർത്ഥി. അവിടെ രാജീവ് ചന്ദ്രശേഖരൻ വിജയം ഉറപ്പിച്ചുകൊണ്ടുള്ള മത്സരമൊക്കെ നടക്കുന്നു. വട്ടിയൂർക്കാവിലാണെങ്കിൽ കെ മുരളീധരൻ ആണ് UDF-ന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം അവിടുത്തെ മുൻ MLA ആണ്, 2 തവണ MLA ആയിരുന്നു. മുൻ MLA-മാരായ പിന്നെ VK പ്രശാന്തും അവിടെ എതിരാളിയാണ്. അവിടെയാണ് R ശ്രീലേഖ മത്സരിക്കുന്നുണ്ട്. ഈ മത്സരങ്ങളെല്ലാം വളരെ ശ്രദ്ധേയമാണ്. കാരണം BJP എങ്ങനെയായാലും 1, 2, 3 സീറ്റൊക്കെ പിടിക്കുമെന്ന് പറയുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ വി മുരളീധരൻ കഴക്കൂട്ടത്ത് വളരെ പ്രതീക്ഷയോടുകൂടി മത്സരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രിയാണ്. രാജീവ് ചന്ദ്രശേഖർ മുൻ കേന്ദ്രമന്ത്രിയാണ്. 2 പ്രത്യേകതകൾ കൂടിയുണ്ട്. അതുകൊണ്ട് ഈ മത്സരങ്ങളെല്ലാം വളരെ ശ്രദ്ധേയമാണ്. തിരുവനന്തപുരം ജില്ലയുടെ ആ ടോട്ടാലിറ്റിയിൽ എന്ത് സംഭവിക്കും? നമുക്കൊരു സമപ്പ് എന്നുള്ള രീതി സംസാരിക്കും. തിരുവനന്തപുരം ജില്ലയുടെ ടോട്ടാലിറ്റിയിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ വരാനായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടെന്ന് തോന്നുന്നില്ല. മുരളീധരൻ ജയിക്കുമല്ലോ? കെ മുരളീധരൻ ജയിക്കത്തില്ല. കെ മുരളീധരൻ ജയിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ മുരളീധരൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. കെ മുരളീധരൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് എന്ന് പറയുന്നത് മന്ത്രിയായിരുന്നു കൊണ്ട് MLA ആകാൻ മത്സരിച്ച് തോറ്റുപോയ ആളാണ് വടക്കാഞ്ചേരിയിൽ. അപ്പം ഇപ്പോൾ പുള്ളി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതിന് അപ്പുറത്തേക്ക് ആദ്യകാലത്ത് പുള്ളി കാണിച്ചിരിക്കുന്ന കുറേ മണ്ടത്തരങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിൽ ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് ഈ ഇലക്ഷനെ ബാധിക്കും എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് പുള്ളി തിരിച്ചിവിടെ വന്ന് വീണ്ടും മത്സരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പലയിടത്തും പുള്ളി നല്ലൊരു KPCC പ്രസിഡന്റ് ആയിരുന്നു. അത് പറയാതിരിക്കാനായിട്ട് പറ്റില്ല. പുള്ളി നല്ലൊരു നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതൊരു മണ്ടത്തരമാണ്. അമ്പഴങ്ങ പഴക്കുമ്പം കാക്കക്ക് പറഞ്ഞ അവസ്ഥയാണോ? ചിലപ്പം ഭരണത്തിൽ വരികയും UDF ഭരണത്തിൽ വരികയും എന്നാൽ ഈ കെ മുരളീധരൻ തോൽക്കുകയും ചെയ്താൽ അത് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയപരമായി വലിയ തിരിച്ചടിയായിരിക്കും. അദ്ദേഹം ജയിക്കും, മന്ത്രിയൊക്കെ ആവേണ്ട ആളാണ്. അദ്ദേഹം ഒരുപക്ഷെ മുന്നണി വിട്ടില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അന്ന് DIC രൂപീകരിച്ച് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പോയില്ലായിരുന്നെങ്കിൽ ഇന്ന് പ്രതിപക്ഷ നേതാവൊക്കെ ആയി ഇരിക്കേണ്ട നേതാവാണ്, കേപ്പബിലിറ്റി ഉള്ള നേതാവാണ്. പക്ഷേ മുരളീധരന്റെ പല രാഷ്ട്രീയ തീരുമാനങ്ങളും അദ്ദേഹത്തിന് തിരിച്ചടിയായി വന്നിട്ടുണ്ട്. ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം തിരുവനന്തപുരം നഗരസഭ കോർപ്പറേഷൻ ഭരിക്കുന്നത് BJP ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ നേമത്ത് രാജീവ് ചന്ദ്രശേഖരനെ ജയിക്കാൻ എന്തെങ്കിലും സാഹചര്യമുണ്ടോ? നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കും എന്ന് BJP പറയുന്നുണ്ടെങ്കിൽ പോലും നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കാനുള്ള സാധ്യത വളരെ ശിവൻകുട്ടിയാണ് ജയിക്കാനായിട്ട് തന്നെയാണ് സാധ്യത. കാരണം ഈ പറയുന്ന നമ്മുടെ കോർപ്പറേഷൻ പോയി CPM-ന്റെ കയ്യിൽ നിന്ന് പോയി, LDF-ന്റെ കയ്യിൽ നിന്ന് പോയി, BJP പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ പോലും അവിടെ ചില വാർഡുകളിൽ നിസ്സാര വോട്ടുകളുടെ വ്യത്യാസത്തിലൊക്കെയാണ് മത്സരങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ അവിടെ ഉള്ളൊരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അവിടെ കോൺഗ്രസ് വളരെ ശുഷ്കമായി പോയിരിക്കുന്ന ഒരവസ്ഥ ഉണ്ട് പല സ്ഥലത്തും. ശബരിനാഥിന് രക്ഷയില്ല. ശബരിനാഥ് പാടായിരിക്കാനായിട്ടാണ് സാധ്യത. ഞാൻ വേറെ സംശയിച്ചു. അപ്പോൾ ശബരിനാഥ് നേരത്തെ അരുവിക്കരയിൽ മത്സരിച്ച് ജയിക്കുകയും പിന്നീട് തോൽക്കുകയും ചെയ്തതാണ്. ശബരിനാഥ് ഇത്തവണ അരുവിക്കരയിൽ തന്നെ മത്സരിച്ചിരുന്നെങ്കിൽ, അതാണ് ശബരിനാഥിനെ അരുവിക്കരയിൽ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ ശബരിനാഥിനെ അവിടെ ജയിക്കാൻ പറ്റുമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ അരുവിക്കരയിൽ മത്സരിക്കുന്നത് V ശിവകുമാറാണ്. തിരിച്ചായാൽ മതിയായിരുന്നു. അപ്പം ഒരു സീറ്റ് അപ്പം ഷുവറായിരുന്നു. ഇവിടെ V ശിവകുമാറിൻ്റെ കാര്യം, ഒരു അരുവിക്കര എന്ന് പറയുന്നത് ബേസിക്കലി G കാർത്തികേയൻ വളർത്തിക്കൊണ്ട് വന്ന ഒരു മണ്ഡലമാണ്. അതെ, അപ്പോൾ ഒരു അടിസ്ഥാനപരമായിട്ടും മണ്ണ് ഉഴുതിട്ടിരിക്കുന്ന ഒരു മണ്ണാണ്, കോൺഗ്രസ് ഉഴുതിട്ടിരിക്കുന്ന ഒരു മണ്ണാണ്. അവിടെ ചിലപ്പോൾ തോറ്റു പോവുകയാണെങ്കിൽ അതിൻ്റെ
കാരണം മിസ്കാസ്റ്റിംഗ് ആയിരിക്കും എന്ന് പറയേണ്ടി വരും. ഈ കോവളത്ത് എന്താ സ്ഥിതി? കോവളത്ത് എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും വിൻസെന്റ് തന്നെ ജയിക്കാനായിട്ടുള്ളൊരു സാധ്യതയാണ്. കാരണം ഈ പറഞ്ഞ പോലെ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് പൊതുജനങ്ങളെ ബാധിക്കുന്ന ആരോപണങ്ങളായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് മണ്ഡലത്തിന് പുറത്തുള്ളവർക്കാണ് അത് വിഷയമായിട്ട് വരുന്നത്. മണ്ഡലത്തിലുള്ളവർക്ക് MLA ആക്ട് ചെയ്യുന്നുണ്ടോ, MLAയുടെ ഭാഗത്തു നിന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ മാത്രമേ ഉണ്ടാകുള്ളൂ. പിന്നെ തിരുവനന്തപുരത്തിൻ്റെ അങ്ങേ സൈഡിലേക്കൊന്നും നോക്കേണ്ട കാര്യമേ ഇല്ലാന്ന് എനിക്ക് വരാന്നൊക്കെ പറയുന്നത് സ്ഥിരം പാറ്റേണിൽ തന്നെ ആയിരിക്കും അത് വരാൻ. ഈ നഗരപ്രദേശത്തിനോട് ചുറ്റുവട്ടത്ത് വരുന്ന ഒരു 6-7 മണ്ഡലങ്ങളിൽ മാത്രമാണ് മത്സരം എന്ന് പറയുന്നതുള്ളത്. പിന്നെ ഉറപ്പായിട്ടും എഴുതി വെക്കാൻ പറ്റുന്നൊരു മണ്ഡലമുണ്ട്. ഏതാണെന്നറിയാമോ? നമ്മുടെ രമ്യ ഹരിദാസ് മത്സരിക്കുന്നത് ചിറയൻകീഴ്. അത് ഉറപ്പായിട്ടും രമ്യ ഹരിദാസിന് നഷ്ടപ്പെട്ടിരിക്കും. രമ്യ ഹരിദാസ് നഷ്ടപ്പെട്ടിരിക്കുന്നത് വീണ്ടും തോൽക്കുമെന്നാണ്. രമ്യ ഹരിദാസിനെ ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് പരീക്ഷണവസ്തുവായി കൊണ്ടുപോകുന്നതാണ്. ശരിക്കും രമ്യ ഹരിദാസ് ആലത്തൂരിൽ ഒരു അന്നത്തെ ഒരു ഓളത്തിൽ ജയിച്ചു എന്നല്ലാതെ രമ്യ ഹരിദാസിന് അത്രത്തോളം സ്വീകാര്യത ഉണ്ടായോ കേരളത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടത്. അത് പല ചില ഒരു വിജയം രമ്യ ഹരിദാസിനെ പോലുള്ള ആളുകളൊക്കെ ജയിച്ചു വരേണ്ടതാണ്. അതെ, രമ്യ ഹരിദാസിനെ പോലുള്ള ആൾക്കാരൊക്കെ അവരെയൊന്നും കുറച്ച് കാണുമല്ല. പക്ഷേ അവരുടെ കൂടെയുള്ള ആൾക്കാരാണോ അതോ കോൺഗ്രസ് നേതൃത്വം തന്നെയാണോ ഇവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഫീഡ് ചെയ്ത് കൊടുത്താണ് അവരെന്തോ സംഭവമാണെന്നുള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കി അവരെ നശിപ്പിച്ച് കളയുവാണ്. നമ്മളിപ്പോൾ ഈ നിലവിലുള്ള മന്ത്രിമാരെല്ലാം മത്സരിക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിലായിട്ടാണ് മത്സരിക്കുന്നത്. നമുക്ക് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു പോയാൽ എന്തായിരിക്കും മന്ത്രിമാരുടെയൊക്കെ ഒരു ആരെങ്കിലും പരാജയപ്പെടാൻ സാധ്യതയുണ്ടോ? പരാജയപ്പെടുവാണെങ്കിൽ പരാജയപ്പെടാൻ സാധ്യതയുള്ളത് നമ്മുടെ കായിക മന്ത്രി ബി അബ്ദുറഹ്മാനായിരിക്കും. തിരൂര് പരാജയപ്പെടാനായിട്ടുള്ളൊരു എം പി രാജേഷ് ജയിച്ചു വരാനായിട്ടാണ് സാധ്യതയുള്ളത്. ഈ നമ്മൾ മനഃപൂർവ്വം പറയാതെ പോയൊരു സ്ഥലമുണ്ട് ബേപ്പൂര്. മുഹമ്മദ് റിയാസിന് എന്തായിരിക്കും എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ചോദിക്കേണ്ടത് PV അൻവർ ഇനി എന്തായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ തിരിച്ചടി ഉണ്ടാകാനായിട്ടുള്ള സാധ്യത അവിടെ വളരെ കുറവാണ്. കാരണം VKC മുഹമ്മദ് കോയ തൊട്ട് ഇതിന്റെ ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് എല്ലാ കാലത്തും എളമരക്കരിമായാലും TK MC ആയാലും എല്ലാവരും മുഹമ്മദ് റിയാസും ഒക്കെ. പക്ഷേ അവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഇദ്ദേഹം ജയിക്കുകയും UDF അധികാരത്തിൽ വന്നാൽ തീർച്ചയായും ആ മന്ത്രിസഭയിൽ അൻവർ ഉണ്ടാവും എന്ന് പറഞ്ഞ വേറെ ആരല്ല, VD സതീശനാണ്. VD സതീശൻ കഴിഞ്ഞ ദിവസം പാലായിൽ പറഞ്ഞിട്ടുണ്ട്, മാണി സി കാപ്പൻ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നത് വെറുതെ ആയിരിക്കില്ല എന്ന് പുള്ളിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാം. പക്ഷേ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് ജയിക്കാനായിട്ടുള്ളൊരു സാധ്യതയാണ്. കണ്ണൂരിൽ കടന്നപ്പള്ളി തോറ്റുപോകുന്നുള്ള ഒരു മന്ത്രിയാണല്ലോ അദ്ദേഹം തോറ്റുപോകാനായിട്ടൊരു ചെറിയ സാധ്യതയുണ്ട്. ഒന്ന് കടന്നപ്പള്ളിക്ക് സീറ്റ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ഡിസ്കഷൻസ് നടന്നിരുന്നു. പിന്നെ ഒരു ഘടകകക്ഷി എന്നുള്ള രീതിയിൽ സീറ്റ് കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മന്ത്രി മത്സരിക്കുന്നില്ല, കൃഷ്ണൻകുട്ടിയാണ്. കൃഷ്ണൻകുട്ടി ഇത്തവണ മത്സരരംഗത്ത് മാറിയിരിക്കുകയാണ്. അതിന്റെയാണെന്ന് തോന്നുന്നു പുള്ളി ഇന്നൊരു സാധനം പൊട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചിറ്റൂരാണത്. ചിറ്റൂര് ചിലപ്പോൾ നഷ്ടപ്പെട്ടു വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ വേറൊരു മന്ത്രി എന്ന് പറഞ്ഞാൽ ദീർഘകാലമായി മന്ത്രി ഇരിക്കുന്ന ഒരാളുണ്ട്. അത് വേറെ ആരുമല്ല, AK ശശീന്ദ്രനാണ്. ശശീന്ദ്രൻ എന്തായാലും അവിടെ ജയിക്കാനുള്ള സാധ്യതയാണുള്ളത്. കാരണം CPM-ന്റെ പിന്നെ ആറന്മുളയില് ഒരു മത്സരം വരുന്നുണ്ട്, ശക്തമായ മത്സരം വരുന്നുണ്ട്. പക്ഷേ വീണ ജോർജ് അത് സാമുദായിക ഇക്വേഷൻസിന്റെ ബാലൻസിങ്ങിൽ അവിടെ ജയിച്ചു കയറാനായിട്ടുള്ള ഒരു സാധ്യതയാണ്. അപ്പൊ നമുക്ക് മന്ത്രിമാർക്ക് വലിയ തിരിച്ചടി കിട്ടാനായിട്ട് സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് നമുക്ക് നമുക്ക് അവസാനം. അതെ, ഇനിയിപ്പം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. 1 മണിക്കൂറുകളിൽ ഇനി ഇലക്ഷനാണ്. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഇലക്ഷനുള്ളൂ. പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞാലും വോട്ടെണ്ണി നമുക്ക് ഈ പറഞ്ഞൊക്കെ ശരിയാണോ എന്ന് അറിയണമെങ്കിൽ 4-ാം തീയതി വരെ കാത്തിരിക്കണം. അതാണ് ഒരു വലിയ കാത്തിരിപ്പ് എന്ന് പറയുന്നത്. എന്നാലും കാത്തിരിക്കാം. ഈ ജനാധിപത്യ പ്രക്രിയ വളരെ സുഗമമായി നടക്കട്ടെ. എല്ലാവരും വോട്ട് ചെയ്യുക, എല്ലാവരും ഈ വോട്ടിങ്ങിൽ പങ്കെടുക്കുക എന്ന് മാത്രമാണ് നമുക്ക്. അതെ, നമ്മൾ 5 വർഷം കൂടുമ്പോൾ വരുന്ന നമ്മളുടെ ജനാധിപത്യത്തിന്റെ ഒരു മഹോത്സവമാണത്. അതിൻ്റെ അകത്ത് പാർട്ടാകുക, നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വോട്ട് ചെയ്യുക, അതല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ആൾക്കാർ പ്രവർത്തിക്കുക. അപ്പം നമുക്ക് ഇവിടെ വെച്ച് ഇലക്ഷൻ്റെ കാര്യങ്ങൾ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നല്ലേ?